ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെജ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ചെയ്യുന്നത് ഗോബി മഞ്ചൂരിയനോ അല്ലെങ്കിൽ ചില്ലി ഗോപിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കോളിഫ്ലവർ വെച്ചൊരു സ്റ്റാർട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടറായിട്ട് മാത്രമല്ല, ഇത് ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാലോ. കോളിഫ്ലവർ റെസിപ്പി ചെയ്യുന്നതിന് മുൻപ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഈ കോളിഫ്ലവർ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോളിഫ്ലവർ ശരിക്കും ഒരു പൂ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പിനകത്ത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ പുഴുക്കളോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ കാണും. അപ്പോൾ അത് വൃത്തിയായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഒന്ന് മുറിച്ച് വെച്ചതാണിത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാൻ പോവാണ്. മഞ്ഞൾ ചേർത്ത് കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ്. അപ്പോൾ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള കെമിക്കൽസൊക്കെ കാണും എന്തായാലും കോളിഫ്ലവറിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, കാരണം തിളച്ച വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് പോകും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചെറു ചൂടുവെള്ളത്തിൽ ഞാനത് മുക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് നേരം ഇട്ട് വെക്കേണ്ട, ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മുടെ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാനൊരു 12 അല്ലി വെളുത്തുള്ളിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് അരച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ചെറിയ ജീരകം എന്നുള്ളത് തീർത്തും ഓപ്ഷനിലാണ്. ഒരു ചെറിയൊരു ഫ്ലേവർ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ജീരകം ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളെടുക്കുന്ന കോളിഫ്ലവറിൻ്റെ അളവിനാണ് എപ്പോഴും ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന കോളിഫ്ലവറിൻ്റെ അളവിനാണ് പറയുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ചേർക്കുന്നത് നമ്മുടെ ഒന്ന് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ. കാരണം നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇനി തരിയുള്ള പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. കാരണം ഒരുപാട് അങ്ങായി പോകണ്ട. അത് ചേർത്തതിന് ശേഷം നമ്മളിനി ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദമാവാണ്. എപ്പോഴും മൈദമാവും കോൺഫ്ലവറും ഒരേ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം അപ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ ഇഷ്ടമാണ് എങ്കിൽ നമ്മുടെ ഉണ്ടാക്കുന്ന ഫ്രൈക്ക് ഒരു കുറച്ചുകൂടി കളർ കൂട്ടണമെങ്കിൽ നല്ല കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഒരുപാട് അങ്ങ് നിൽക്കണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ചേർത്ത് അരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ജീരകം അരച്ചതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഈ ചെറിയ ജീരകം ഇട്ടുകൊണ്ടൊരു പ്രത്യേക ഫ്ലേവറാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രൈക്ക്. അതുപോലെ തന്നെ നമുക്ക് കസൂരി മേത്തി ഉണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ബാറ്റർ ഞാൻ പാകത്തിനുള്ള വെള്ളത്തിലാണ് കലക്കിയെടുക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, ഒരുപാട് കട്ടിയുള്ള രീതിയിലല്ല നമ്മൾ ഈ ഒരു മാവ് കലക്കിയെടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ കോളിഫ്ലവർ മുക്കിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ആ മാവായിരിക്കും കിട്ടുക, അത് വേണ്ട. അപ്പോൾ ചെറിയൊരു കട്ടിയിലാണ് നമ്മളത് കലക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമ്മൾ ഈ ഒരു കോളിഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം എല്ലാ ഭാഗത്തും ഈ ബാറ്റർ ഒന്നാവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളമയം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കോൺഫ്ലവർ പൊടി, അതായത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട. കുറച്ച് കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട, കാരണം ഒരുപാട് അങ്ങ് ക്രിസ്പി ആയി പോകും. അപ്പോൾ കോൺഫ്ലവറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ വറുത്തെടുക്കാൻ പോവുകയാണിനി. ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിനകത്ത് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നന്നായി ചൂടാന് ശേഷമാണ് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം എണ്ണ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറം ഭാഗമൊന്നും അത്ര നന്നായിട്ട് മുരിഞ്ഞൊന്നും കിട്ടില്ല.
അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒറ്റയടിക്ക് തന്നെ എല്ലാം ഇട്ട് കൊടുക്കരുത്. കാരണം എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം, ഈ കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ പുറം ഭാഗം മാത്രം അങ്ങ് പെട്ടെന്ന് കളറ് മാറി വരും, അകത്തൊന്നും വെന്ത് വരില്ല. അതുകൊണ്ടാണ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാൻ പറയുന്നത്. നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ മാവ് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം കോരി എടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്തൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവസാനം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ പച്ചമുളകും ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവറിനും ഒരു ഭംഗിക്കൊക്കെ ആയിട്ട്. അപ്പോൾ തുടക്കക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുടച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം നമ്മുടെ എണ്ണ നല്ല ചൂടായി കിടക്കുന്നതിലേക്ക് ആ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒത്തിരി ബിഗിനേഴ്സ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. രണ്ടാമത്തെ ബാച്ച് കോളിഫ്ലവർ ആണ് ഞാൻ ഇനി വറക്കാൻ പോകുന്നത്. ഞാനൊരു 4-5 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ വറുത്തെടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇതിനകത്ത് നിറയെ എണ്ണ വേണം, നല്ലോണം മുങ്ങി വറന്ന് കിട്ടണം. അതുകൊണ്ടാണ് പല ബാച്ചായിട്ട് വറുക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വറുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ കോളിഫ്ലവറിൻ്റെ ബാറ്ററിൽ കോളിഫ്ലവർ കിടക്കുന്നുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ആദ്യം വറുത്ത് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബാറ്റർ ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കില്ല ബാറ്റർ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. അപ്പോഴാണ് ഒരേപോലെ എല്ലാ സൈഡിലും ബാറ്റർ കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടുള്ളൂ. ഇതിലും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ കോരിയെടുക്കാൻ തൊട്ട് മുൻപായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുക. ഒരുപാട് മുൻപ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് വേണ്ട, നമുക്ക് അവസാനം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി സെർവ് ചെയ്യുക. കാരണം കുറേ നേരം ഇരിക്കുമ്പോൾ അതങ്ങ് തണുത്തു പോവും. അപ്പോൾ അതിൻ്റെ ആ ക്രിസ്പി ഫീലൊന്നും കിട്ടില്ല. അപ്പോൾ എപ്പോഴും ചൂടോട് കൂടി സെർവ് ചെയ്യാം. പിന്നെ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നോർത്ത് ഇന്ത്യനും കുറച്ച് കേരള ടച്ചുമാണ് ഈ ഒരു സ്നാക്കിന് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ആ ചെറിയ ജീരകം ഒരു ചെറിയ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കറിവേപ്പില ഒരു കേരള ടച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കസൂരി മേത്തിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഫ്ലേവേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് കാണാം.